സെലറ്റസ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസിലെ കൊളോസോസറൊക്കെ എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ കൊളോസോസറയോട് പറയുകയാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം ഐക്യത്തിൽ വർത്തിക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നിങ്ങൾ പരസ്പരം ഐക്യത്തിൽ വർത്തിക്കണമെന്ന് പറയുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ വചനഭാഗങ്ങൾ പലപ്പോഴും സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ പറ്റി അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഈശോ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട വീഴ്ചകളെല്ലാം വരുന്ന ഇതിലാണ് അല്ലെ. നമ്മള് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിലാണ്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധത്തിലാണ് എപ്പോഴും വിള്ളലുകൾ വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന വീഴ്ചകളാണ്. ഒരാളോട് മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ചിലരോട് വഴക്ക് കൂടുന്ന ചില സ്വഭാവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന ചില പാകപ്പിഴകളാണ്. നമ്മൾ ഇന്നത്തെ വചനത്തിലെ പൗലോസ്ലേയിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം ഐക്യത്തിൽ വർത്തിക്കണം. ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനാണെങ്കിൽ അവരോട് ക്ഷമിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് ജീവിക്കണമെന്ന് പറയുകയാണ്. ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഐക്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.